കഴിഞ്ഞ ദിവസം ഞാൻ റംബൂട്ടാനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ? അതിനുശേഷം ഞാൻ ICUയിൽ പോയപ്പോൾ അവിടെ ഒരു പേഷ്യൻ്റ് ഡയാലിസിസ് ചെയ്ത് കിടക്കുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു പേഷ്യൻ്റാണ്, അധികം ഏജും ഇല്ല. അപ്പോൾ പുള്ളിക്കാരന് കാലിൻ്റെ നീര്, ശ്വാസം മുട്ടൊക്കെ ആയിട്ടാണ് ICUയിൽ അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ സാധാരണ അങ്ങനെ വരുന്നത് കൂടുതൽ ഈ വെള്ളം കുടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, കൂടുതലായിട്ട് വെള്ളം കുടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതൊന്നും ഉണ്ടായിട്ടില്ല. പൊട്ടാസ്യം നോക്കിയപ്പോൾ ഹൈ പൊട്ടാസ്യം കണ്ടു. മാമ്പഴത്തിന് ചക്കയുടെയൊക്കെ സീസൺ ആണല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു കൂടുതലായിട്ട് അത് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല, പിന്നെ കഴിച്ചത് കുറച്ച് റംബൂട്ടാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു റംബൂട്ടാനിൽ ഹൈ പൊട്ടാസ്യമാണ്, പൊട്ടാസ്യം കൂടുതലാണ്, ഒരിക്കലും റിനൽ പേഷ്യൻസ് കഴിക്കാൻ പാടില്ല എന്നുള്ളത് അറിയില്ലേ നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല മാഡം, ഞങ്ങളോട് ഒരു ഡോക്ടർ, പുള്ളിക്കാരൻ്റെ ഒരു റിലേറ്റീവ് ഡോക്ടർ പറഞ്ഞു ഇത്ര റംബൂട്ടാൻ കഴിച്ചോളാൻ. അപ്പം അങ്ങനെയാണ് കഴിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, ഡോക്ടേഴ്സിനെന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ, അതായത് ഒരു ഡിസീസ് കണ്ടീഷൻ എങ്ങനെയാണെന്ന്, മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഡയറ്റിൻ്റെ പാർട്ട് വരുമ്പോൾ എപ്പോഴും നിങ്ങളൊരു ഡയറ്റീഷ്യനെ കാണുന്നത് തന്നെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതായത് ഡോക്ടേഴ്സിൻ്റെ ഒരു സ്റ്റഡി ടൈമിൽ അവർക്ക് ന്യൂട്രീഷൻ വളരെ കുറച്ചേ വരുന്നുള്ളൂ. പക്ഷേ ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത് 3 വർഷം BSc, 2 വർഷം MSc, അങ്ങനെ ഒരു 5 years കോഴ്സ് ഈ ഡയറ്റിൻ്റെ മാത്രമായിട്ട് പഠിക്കുന്നവരാണ് അവർ. പിന്നെ അതുകൂടാതെ എക്സ്പീരിയൻസ് ആണെങ്കിൽ 10-15 വർഷം 20 വർഷമൊക്കെ വർക്ക് ചെയ്യുന്ന ഡയറ്റീഷ്യൻസ് ഉണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ബേസിലും അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. കാരണം കംപ്ലീറ്റ് ഒരു ഫുഡുമായിട്ട് ഡീൽ ചെയ്യുന്നതാണല്ലോ, ഡയറ്റുമായിട്ട് ഡീൽ ചെയ്യുന്നവരാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ഡിസീസ് കണ്ടീഷൻ ഉണ്ടെങ്കിലും ഡയറ്റീഷ്യൻസിനെ കാണുന്നതിനായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതിന് വേണ്ടിയിട്ട് കേട്ടോ, മെഡിസിനൽ പാർട്ട് ഡോക്ടേഴ്സ് ക്ലിയർ ആക്കി തന്നു കഴിഞ്ഞാലും ഡയറ്റിൻ്റെ പാർട്ട് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഡയറ്റീഷ്യനെ കാണുക. ഇനി എക്സസൈസിൻ്റെ പാർട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുക. കാരണം എനിക്കറിയില്ല എക്സസൈസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു വിഭാഗങ്ങളുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. താങ്ക് യു.